അങ്ങനെ ഞാനിതാ വീണ്ടും കപ്പലിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം എൻ്റെ ജോയിനിങ് ടർക്കിയിൽ നിന്നാണ്. അപ്പോൾ കമ്പനി എനിക്ക് ഫ്ലൈറ്റ് തന്നത് കൊച്ചി ടു മുംബൈ, മുംബൈ ടു ദോഹ, ദോഹ ടു ടർക്കി എന്നാണ്. ദോഹയിലാണെങ്കിലോ ഒരു 10-10.5 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. പക്ഷേ ദോഹ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നം തോന്നിയില്ല. കാരണം നമ്മുടെ മറൈനേഴ്സ് ലോഞ്ച് അവിടെ ഉണ്ട്. അവിടെ നമുക്ക് നമ്മളെ CDCയും ബോർഡിംഗ് പാസും കാണിച്ചാൽ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം. നല്ല ഫുഡും എല്ലാ കാര്യങ്ങളും നല്ല ഫെസിലിറ്റിയുള്ളൊരു ലോഞ്ചാണ് മറൈനേഴ്സ് ലോഞ്ച്. ഈ ലോഞ്ച് കോവിഡിൻ്റെ സമയത്ത് തുടങ്ങിയതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോഹ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇപ്പോൾ എല്ലാ മറൈനേഴ്സും ഒരുവിധം വരുന്നൊരു ജംഗ്ഷനാണ്. അധിക കമ്പനിയും അതുവഴി ഫ്ലൈറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറൈനേഴ്സിന് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാം, കഴിക്കാം. ആകെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു മുഷിപ്പ് തോന്നിയിട്ടുള്ളൂ. അതെന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡിൻ്റെ മെനു ആണ്. അതിവിടെ കുറേ കാലങ്ങളായിട്ട് അവർ മാറ്റിയിട്ടില്ല. സെയിം ഡിറ്റോ മെനു തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരാളും കൂടി അവിടെ ഒരു 10-10.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഈ മറൈനേഴ്സ് ലോഞ്ച് ആരാണ് ഫണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഞാനൊരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഫോളോവേഴ്സും കൂടി ഒന്ന് കണ്ടോട്ടെ, അറിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പം ഈ മറൈനേഴ്സ് ലോഞ്ചിൽ ഇതുവരെ വരാത്ത ഏതെങ്കിലും മറൈനേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ഭക്ഷണവും കഴിച്ച് ചെറുങ്ങനെ ഒന്ന് ഉറങ്ങി. കാരണം എൻ്റെ ഫ്ലൈറ്റ് രാവിലെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മറൈനേഴ്സ് ലോഞ്ചിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കപ്പലിലെത്തിയിട്ട് കപ്പലിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.